ബ്രസീലിയൻ തെരുവുകളിൽ പന്ത് തട്ടി നടന്നൊരു പയ്യൻ, പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ അനുഭവിച്ചൊരു പയ്യൻ തൻ്റെ 21ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ താരമായി മാറുന്നു. നമ്മളിന്ന് മൺഡേ മോട്ടിവേഷനിലൂടെ സംസാരിക്കാൻ പോകുന്നത് നെയ്മറുടെ ജീവിതത്തെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. ഫ്ലൂ ഹിയർ. നമ്മൾ ഈ മൺഡേ മോട്ടിവേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു വ്യക്തിയാണ് നെയ്മർ. ഫെബ്രുവരി 5 ബ്രസീലിലെ സാവോ പോളയിൽ നെയ്മർ സാന്റോ ജൂനിയറുടെയും അതുപോലെ തന്നെ നെദീറ ഡാ സിൽവയുടെയും മകനായിട്ട് നെയ്മർ ഡാ സിൽവ സാന്റോ ജൂനിയർ ജനിക്കുന്നത്. വളരെയധികം ദാരിദ്ര്യത്തിലായിരുന്നു ആ കുടുംബത്തിൻ്റെ ഓരോ നാളുകളും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. സാവോ പോളോ ഫുട്ബോൾ ലീഗിലെ വളരെയധികം താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള നെയ്മർ സാന്റോ സീനിയർ. ഇത്തരത്തിൽ ഫുട്ബോൾ കളിച്ച് കിട്ടുന്ന ക്യാഷ് കൊണ്ട് മാത്രമായിട്ട് ആ കുടുംബത്തെ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ടായിരുന്നു ആ കുടുംബത്തിന്റെ ഓരോ ദിവസങ്ങളും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നെയ്മറുടെ കുട്ടിക്കാലം പൂർണ്ണമായിട്ടും ദാരിദ്ര്യത്തിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. അദ്ദേഹത്തിന് സ്കൂളിൽ ചേർക്കാനുള്ള ഒരു പ്രായമായപ്പോൾ സാവോ പോളയിലെ തെരുവ് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു സാധാരണ സ്കൂളിൽ അദ്ദേഹത്തെയും ചേർക്കുകയാണ്. സ്കൂൾ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പുസ്തകം എടുത്തു വെച്ച് പഠിക്കാൻ നോക്കുന്ന സമയത്ത് വീട്ടിൽ ആ കാലങ്ങളിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടായിരുന്നു നെയ്മർ തൻ്റെ കുട്ടിക്കാലത്ത് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇനി ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ യാതൊരു വകയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കൽ മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരെ നെയ്മറിനും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം വലിയൊരു മോശം അവസ്ഥയിലായിരുന്നു നെയ്മറുടെ കുട്ടിക്കാലം കടന്നു പോയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയാണെങ്കിലും മകന് ഫുട്ബോൾ കളിക്കാൻ ഒരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ നെയ്മറിനെ കാര്യമായി തന്നെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. മകനെ ഓരോ സ്കില്ലുകളും പഠിപ്പിച്ചെടുക്കുകയാണ് ആ അച്ഛൻ. അങ്ങനെ ബ്രസീലിലെ തെരുവുകളിൽ ഫുട്ബോൾ കളിച്ച് നടന്നിരുന്ന പയ്യൻ പതിയെ ഫുട്സാൽ ഗ്രൗണ്ടുകളിൽ ഫുട്ബോൾ തട്ടാൻ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അപ്പോഴും അദ്ദേഹത്തിന് പിന്തുണയേകിക്കൊണ്ട് ഒരുപാടധികം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിലാണ് പലതരത്തിലുള്ള പരിക്കുകൾ കാരണം അച്ഛന് ഫുട്ബോൾ കളി അവസാനിപ്പിക്കേണ്ടി വരുന്നത്. അതോടുകൂടെ ആ കുടുംബത്തിൻ്റെ നില ആകെ അവതാളത്തിലാവുകയാണ്. എന്നാൽ പോലും തൻ്റെ മകൻ്റെ കരിയറിനെ ഇതൊരിക്കലും ബാധിക്കരുത് എന്ന് ചിന്തിച്ച നെയ്മറുടെ അച്ഛൻ പരമാവധി ജോലികൾ തന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് ആ കുടുംബത്തെ പതിയെ പതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കാലങ്ങളിലാണ് 1999 നെയ്മറിന്റെ 7ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു ഫുട്ബോൾ ക്ലബിലേക്ക് സെലക്ഷൻ ലഭിക്കുന്നത്. അങ്ങനെ നെയ്മർ പോർച്ചുഗീസ് സാന്റോസ ക്ലബിന്റെ യൂത്ത് വിങ്ങിന് വേണ്ടിയിട്ട് ബൂട്ടണിയുകയാണ്. കളിക്കളത്തിൽ തൻ്റെതായ മികവ് കാണിച്ച നെയ്മർ തൻ്റെ 11ാമത്തെ വയസ്സിൽ 2003 ആകുമ്പോഴേക്ക് തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പെലെ പോലുള്ള ഒരുപാടധികം സുപ്രസിദ്ധമായിട്ടുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനെ സമ്മാനിച്ച സാന്റോസ് ക്ലബിലേക്ക് എത്തിപ്പെടുകയാണ്. പിന്നീട് അങ്ങോട്ട് നെയ്മറിന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നെയ്മർ സാന്റോസ് ക്ലബിൽ എത്തിപ്പെട്ടതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചെലവുകളും സാന്റോസ് ക്ലബ്ബ് തന്നെ ഏറ്റെടുക്കുകയാണ്. അതോടുകൂടി തന്നെ നെയ്മറിൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ജീവിത നിലവാരം പതിയെ പതിയെ ഉയർന്നു വരാൻ ആരംഭിക്കുകയാണ്. കാലം വീണ്ടും മുന്നോട്ട് തന്നെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ 15ാമത്തെ വയസ്സിൽ അണ്ടർ 18 ടൂർണമെൻറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നെയ്മറിന് അവസരം ലഭിക്കുകയാണ്. ആ മത്സരങ്ങളുടെ മികവ് കണ്ടതോടുകൂടിയാണ് രാജ്യം മുഴുവൻ നെയ്മറെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കെ തൻ്റെ 15ാമത്തെ വയസ്സിൽ നെയ്മറിന് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 2 ലക്ഷമായിരുന്നു. അത് തൻ്റെ 16ാമത്തെ വയസ്സിലേക്ക് എത്തുമ്പോഴേക്ക് 22 ലക്ഷമായിട്ട് ഉയരുകയാണ് ചെയ്തത്. അതോടുകൂടി തന്നെ ആ കുടുംബം ഏറെക്കുറെ സെറ്റിലാവുകയും നെയ്മറിന് കിട്ടിയിട്ടുള്ള ശമ്പളത്തിൽ നിന്ന് മാത്രമായിട്ട് അവരൊരു വീട് മേടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ നെയ്മർ തൻ്റെ 17ാമത്തെ വയസ്സിൽ സാന്റോസിന്റെ മെയിൻ ടീമിന് വേണ്ടിയിട്ട് ഫുൾ കോൺട്രാക്ട് ഒപ്പിടുകയാണ്. വളരെയധികം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കാലത്തും ഫുട്സാൽ ഗ്രൗണ്ടുകളിൽ ഫുട്ബോൾ തട്ടുമ്പോഴും എല്ലാം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായിട്ട് പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഒരുപാട് തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ കാര്യമായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ 20ാമത്തെ വയസ്സെത്തിയപ്പോൾ 20ാമത്തെ ബർത്ത്ഡേ അദ്ദേഹം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് തൻ്റെ കരിയറിലെ 100ാമത്തെ ഗോൾ നേടിക്കൊണ്ടായിരുന്നു. 2012 223 അപ്പിയറൻസുകളിൽ നിന്നായി 136 ഗോളുകൾ നേടിയതോടുകൂടി തന്നെ ബെസ്റ്റ് സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ എന്നുള്ള ഒരു ബഹുമതി കൂടെ അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. തുടർന്ന് 2013 ബാർസലോണയിലേക്ക് നെയ്മർ എത്തിയപ്പോൾ അവിടെ MSN സഖ്യം മെസ്സി സുവാരസ് നെയ്മർ സഖ്യം തീർത്തിട്ടുണ്ടായിരുന്ന ഓളം ചില്ലറൊന്നും ആയിരുന്നില്ല. ഫുട്ബോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മികച്ച പ്രകടനങ്ങൾ തന്നെയായിരുന്നു MSN സഖ്യം ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലയളവിൽ 2013,
2014 സീസണിൽ തന്നെ 180 അപ്പിയറൻസുകളിൽ നിന്നായിട്ട് 105 ഗോളുകളോളം നെയ്മർ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കെ 2017 PSG വേണ്ടിയിട്ട് റെക്കോർഡ് പ്രതിഫലത്തിൽ നെയ്മർ 2022 വരെയുള്ള കാലയളവിലേക്ക് കരാറിൽ ഒപ്പുവെക്കുന്നത്. 2010 ബ്രസീലിയൻ ഫുട്ബോൾ ടീം വേൾഡ് കപ്പ് കളിക്കാൻ മാത്രം പരിചയമില്ല എന്ന് പറഞ്ഞ്, അതുപോലെ തന്നെ ഊതിയാൽ പറക്കുന്ന ഒരു പയ്യനാണെന്ന് പറഞ്ഞ് പുറത്തു നിർത്തിയ ആ പയ്യൻ തന്നെ 2012 ഒളിമ്പിക്സിൽ ബ്രസീലിന് വേണ്ടിയിട്ട് വെള്ളിയും, അതുപോലെ തന്നെ 2016 റിയോ ഒളിമ്പിക്സിൽ ബ്രസീലിന് വേണ്ടിയിട്ട് സ്വർണവും അണ്ടർ 20 വേൾഡ് കപ്പും നേടിക്കൊടുക്കുകയാണ്. തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ തന്റെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ നെയ്മർ ഇന്നും ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ ഫുട്ബോൾ തട്ടിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി കഠിനമായി തന്നെ പ്രയത്നിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എന്തും നമുക്ക് സാധിക്കും എന്നതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. സ്വപ്നങ്ങളെക്കുറിച്ച് നെയ്മർ പറഞ്ഞ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്കുണ്ട്: നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും ദരിദ്രനായി മാറുന്നില്ല, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ സ്വപ്നങ്ങളില്ല എങ്കിൽ നിങ്ങളൊരു പൂർണ്ണ ദരിദ്രനാവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. സ്വപ്നം കാണുക, അതിന് വേണ്ടിയിട്ട് കഠിനമായി തന്നെ പ്രയത്നിക്കാൻ ഓരോരുത്തരും തയ്യാറാവുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.